ചേട്ടാ എവിടേക്കാണ് നീ പോകുന്നത്? ഹലോ, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ രാവിലെ തന്നെ പുറത്ത് വെച്ച് നിങ്ങൾ ചിന്തിക്കും ഞങ്ങൾക്ക് വർക്കുള്ളതാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അല്ല, പണി കൊടുക്കാനുള്ള സന്തോഷത്തിൽ യൂണിഫോം വാങ്ങാൻ പോയതാ. അപ്പൊ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഫുള്ള് ഉറക്കായിരുന്നു. ഇന്നലെ ഫുള്ള് ഞങ്ങൾ ഉറക്കായിരുന്നു. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഞങ്ങളെ വഴിയിലാണെങ്കിൽ റോഡ് പണി നടക്കണോണ്ട്, റോഡ് പണി പൊട്ടിയ വശം റെഡി ആക്കണോണ്ട് അച്ഛന്റെ വണ്ടി ഉള്ളത് പുറത്തേക്ക് പോവില്ല. ഞങ്ങൾ വണ്ടി പുറത്താ. അപ്പൊ ഞങ്ങള് പോണേ ഞങ്ങൾ തന്നെയാണ്. ഇന്നലെ അപ്പൊ ഞങ്ങൾ ഉറക്കാൻ ഇന്നലെ പോകാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ രാവിലെ തന്നെ പറഞ്ഞു യൂണിഫോം മേടിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ യൂണിഫോം മേടിക്കാൻ വേണ്ടി പോയി. യൂണിഫോം മേടിച്ച് അടിക്കാൻ കൊടുത്താട്ടാ. അത് മേടിച്ചു. അത് കഴിഞ്ഞപ്പോ പിന്നെ അമ്മ സബോള മേടിച്ചു തരാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടുത്തെ നമ്മളടുത്ത കടകളൊന്നും തുറക്കാത്തോണ്ട് തന്നെ ഞങ്ങൾ കുന്നോളം പോയി. അപ്പൊ കുന്നോളം പോയി സബോളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോവാ. ഇവിടെ കാത്തുമ്മ കാത്തുമ്മ ഉറക്കാണ്. കാത്തുമ്മ നല്ല ഉറക്കത്തില്ല. അപ്പൊ ഞാൻ വീട്ടിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് കുണക്കമ്മനെ കുളി കൊണ്ടാക്കാൻ പോകണം. എന്നിട്ട് ആദ്യ ദിവസമാണ്. അത് പറയുമ്പോ സന്തോഷ. മുടിക്കട എപ്പോഴും തല്ലേക്ക്. ഇന്നലെ മൊത്തം നാളെ കുളി പോടാണ്ട് തല്ലുണ്ടാക്കിക്കൊണ്ട് നടക്കുന്നു. ഉറങ്ങി ഇടയിലൊന്നും എഴുന്നേറ്റ് കുറച്ചു നേരം എഴുന്നേറ്റുള്ളൂ. എഴുന്നേറ്റ ടൈമില് അടി ഉണ്ടാക്കിണ്ട്. അപ്പൊ അവര് സ്കൂളിൽ കൊണ്ട് അത് കഴിഞ്ഞിട്ട് അമ്മ പറയുന്നുണ്ട് കുട്ടികളെ കൂടെ കറങ്ങാൻ പോയാലോ ചോദിക്കുന്നുണ്ട്. ഉണ്ണികളെ കൊണ്ടേനി കറങ്ങാൻ പോയാലോ ചോദിക്കുന്നുണ്ട്. അറിയില്ല, പോയാലോ ചോദിച്ചു. ഏതെങ്കിലും പരിപാടി നാളെ ഉണ്ണിക്ക് കുത്തിവെപ്പുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂർക്ക് ഞങ്ങളുടെ തട്ടകത്തേക്ക് എത്തും. ഇനി കുറച്ച് ദിവസത്തേക്ക് വർക്കില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. കാരണം സീസൺ ഓഫ് ആണ്, മഴയും കാര്യമായിട്ട്. ഞങ്ങൾക്കത് വർക്കിന് ഞങ്ങൾ വീട്ടിൽ പോകും. കുറച്ച് ദിവസം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആവും. അപ്പൊ ഭയങ്കര ഉറപ്പാണോന്നല്ല വീട്ടിൽ വീഡിയോ എടുക്കാൻ. തീർച്ചയായിട്ടും ഞാനല്ലാട്ട് പോന എന്താ അവിടെ റോഡ് ഇട്ട് ഞാൻ പുറത്ത് കണ്ടിട്ടാണ് പോവാ. അവരവിടെ അലമ്പാവും. അമ്മയ്ക്ക് അറിയിക്കല സബോള ഞങ്ങളില്ല. പോട്ടെ. അപ്പും പോയിക്കൊണ്ടിരിക്കാണ്. എന്നാ വേണ്ടേ രണ്ടാളും പോണ്? അല്ലല്ലോ ഇറങ്ങുക. ഞങ്ങൾ പോകാൻ പോലെ എഴുന്നേറ്റുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആളെ കൊണ്ടുപോയത്. അമ്മയ്ക്ക് പണിയെടുക്കാൻ ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല എന്നറിയണോണ്ട്. പക്ഷെ പകുതി എനിക്ക് അവളുറങ്ങി. കാരണം വളരെ റോഡിൻ്റെ അവസ്ഥ ഉണ്ട്. ഇതെന്നെ ശരി ഒന്നും റെഡിയാവുക. എളുപ്പമല്ല റോട്ടിൽ വണ്ടിയിട്ട് നടക്കുക. ഇപ്പൊ പിന്നെ അവല് വർക്കിനൊക്കെ നമ്മളെ പ്രശ്നം. പെട്ടിയും ചട്ടിയൊക്കെ എടുത്ത് നടക്കണം. അതിപ്പോ മഴയും കൂടിയൊക്കെ ആകുമ്പോഴേ ചെളിയും പിള്ളി നമുക്ക് പൊക്കി പിടിക്കാനാണ്. അങ്ങനെ നിലത്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ 100,000 പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ സാധനം ഇറങ്ങി വീടെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. കാര്യായിട്ട് തപ്പുണ്ടല്ലോ. കാണാനില്ല. ട്രാപ്പിഡ് ഇവിടെ കൊറേ ഇവിടെ ഇല്ലല്ലോ. ഞാൻ അതാ വരാ. നിന്നെ കാണിക്കാതെ നീ ട്രൗസറും ഇതൊന്നും ഇല്ലാതെ ഇരിക്കണത്. അപ്പൊ നിന്നെ കാണിക്കാൻ പറ്റുമോ? അതിന്റെ മേത്ത് ചോര വരട്ടെ. വരട്ടേടി
വെള്ളമൊക്കെ തെളിച്ച് പുഞ്ചാറിനായി. നിന്നെ കാണിച്ചു കൊടുക്കില്ല, നീ ട്രൗസർ ഇട്ടിട്ടില്ല, നിന്നെ കാണില്ല. അപ്പൊ വെള്ളയപ്പം മാവ് വീർത്തിട്ടില്ല കേട്ടാ. കണ്ടാ എനിക്കറിയാം, എന്നിട്ടാണ് അവള് ഉണ്ടാക്കുന്നത്. വീർത്ത് കഴിഞ്ഞാൽ അത് പൊന്തും, അത്ര തന്നെ ഉള്ളു. ആരെടുത്ത് ഒന്നും ഉണ്ടായിരിക്കണ്ടേ ചേച്ചി? ഇവിടെ മാവിന്റെ വട്ടം വലിച്ചു വരിപ്പോ വട്ടം ഉക്കുളിക്കന്നല്ലേ പോണേ, നിന്നെ മാർക്കറ്റിക്കല്ലല്ലോ പറഞ്ഞ. ഒന്നും ചെയ്യല്ലോ, ട്രാപ്പിട്. ഞാൻ അപ്പഴേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ ആവുള്ളൂ. വലിയ ദോശ ചുറ്റണ പോലെ അങ്ങ് ചുറ്റി അങ്ങ് വെച്ചു. നന്നായിക്കൂടെ പിന്നെ ആ മൂടി വെച്ച എത്രയുണ്ട് നോക്കാം. ബാക്കി പുറത്ത് കുഴപ്പമില്ല, സെറ്റ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടുന്ന് കറക്റ്റാന്ന്. അല്ല, ഇപ്പഴത്തെ സൈഡില് കൂടുതലാണ്. അതാണ് ഇവിടെ ഇങ്ങനെ വെച്ചോട്ടത്. എന്തിനാ പാപ്പുണ്ടാക്കണേന്നാ? ഇതേപോലെ നിക്കാൻ ഇല്ലാതിന്റെ ഒടിഞ്ഞു കുത്തിരിക്കും. ഉക്കുളി പോകുമ്പോ മാത്രമേ പാപ്പുണ്ടാക്കാൻ പാടുള്ളൂ. അപ്പൊ ബാക്കി എല്ലാ ദിവസവും നീ കുളിക്കില്ല. അതെല്ലാ ദിവസവും വിശക്കില്ലേ? ഇന്നലെ രാത്രി വിശന്ന് കരഞ്ഞതാരാ? ഭയങ്കര ഇഷ്ടമല്ല. ചെറുപ്പത്തില് ഞാന് രണ്ടെണ്ണത്തിനാലും കൂടുതൽ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് വെള്ളം. ഒരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടാ. വണ്ടിക്കാരൊന്നും കുളിച്ചാൽ ഡ്രസ്സില്ലാത്തതാണ് കാണുന്നത്. അപ്പൊ പൊന്നുവിന്റെ വെള്ളയപ്പം അവളുടെ കിളിവെട്ടിക്ക് സ്കൂള് സംബന്ധിച്ച് കിളിയൊക്കെ പോയി. അപ്പൊ നീ ഉണ്ടാക്ക, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇത്ര ഭാഗം മാത്രം കിട്ടുള്ളൂ കേട്ടാ, ബാക്കി പുറത്തു പോയ കോപ്പറേറ്റ് അടിക്കും. അതുകൊണ്ടാണ് എല്ലാരും ഈ ഒരു പോസ്റ്റിൽ മാത്രം നിൽക്കാവുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അവസ്ഥ. എനിക്ക് പൊട്ടുകുത്തി തന്നാരാ? അപ്പൊ ഞാന് കാത്തുനൊന്ന് നോക്കട്ടെ. അപ്പോൾ ഇന്ന് കാത്തുൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ മുണ്ടൊക്കെ ഉടുപ്പിച്ച് കൊടുന്നിർത്താം. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവരെ വീഡിയോ ഒക്കെ എടുത്താണ്. കാത്തു ഇപ്പോൾ എവിടെയും പിടിച്ച് നിൽക്കാനുള്ള ശ്രമത്തിലൊക്കെയാണ്. നല്ല സെറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അവൾക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല, ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പിടിച്ച് തൂങ്ങി നിൽക്കണം. അവൾക്കിപ്പോൾ ഇരിക്കുക കിടക്കുക അതൊക്കെ ഭയങ്കര മടിയുള്ള കേസാട്ടാ. അപ്പം അതിൻ്റെ ഇടയിൽ അവളോട് വർത്താനം പറയുമ്പോൾ അവൾ നോക്കും, ചിരിക്കും. പിന്നെ ഈ വീഡിയോ എടുത്ത് ചെറുതായിട്ടും തെറ്റുപോയി. അപ്പം ഞങ്ങൾക്ക് സൂമി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മുണ്ടെടുത്തതിൻ്റെ ഭാഗങ്ങളൊന്നും കാണാത്തത്. അങ്ങനെ കാത്തു കളിക്കുന്നുണ്ട്, കുണിക്കൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി. കാരണം കുണിക്ക് ഇന്ന് ക്ലാസ് തുടങ്ങിയല്ലേ, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി വന്നു. വാല് വെച്ചെടുക്കട്ടെ. അപ്പോൾ കുണിക്കിരിക്കുന്നുണ്ട്. കുണിക്കനാണെങ്കിൽ ടെൻഷൻ അടിച്ച് അപ്പോൾ ഛർദ്ദി വരും. അപ്പം ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചാലോ മാറില്ല എന്നിട്ട് രണ്ടിനും പിടിച്ചിരുത്തി ഫുഡ് കൊടുക്കുക. അപ്പോഴേക്കും അമ്മയൊക്കെ കുളിക്കാൻ പോയിക്കണം. കുണുക്കന് കറി വേണ്ട, വെള്ളയപ്പം മാത്രം മതി എന്നാണ് കുണുക്കൻ്റെ പറച്ചിൽ. അപ്പോൾ കുണിക്ക് പിന്നെ കറി കൂട്ടിയിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുണിക്ക് കറി കൂട്ടി കൊടുക്കുന്ന കുണുക്കന് വെറുതെ വെള്ളയപ്പം മാത്രം വെറുതെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കാത്തുമ്പോൾക്ക് തുണ്ടാഴ്ച വായിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞങ്ങൾ എന്ത് കഴിക്കുമ്പോഴും അത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് 2 വായിക്ക് ചിലപ്പോൾ വാല് വെച്ച് കൊടുക്കും. അത് ആൾക്കെല്ലാം എരിവും പുളിയുപ്പൊക്കെ കഴിച്ച് ശീലിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അത് അമ്മ പറഞ്ഞിട്ടുള്ള അറിവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാത്തുമ്പോൾ കൊടുക്കുന്നത് ഞങ്ങൾ വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ ചക്കച്ചോളം ഉറക്കണത് ഇതാ. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ പോയി കുളിച്ച് എല്ലാവരും ഡ്രസ്സൊക്കെ റെഡി ആയിട്ട് കുണിക്കിനും കൊണ്ട് സ്കൂളിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇടയിലൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞാൻ കുണിക്കുമോളുടെ അടുത്തിരുന്നു, അമ്മ കുണുക്കമ്മോൻ്റെ അടുത്തിരുന്നു. കാരണം 2 ആളടുത്ത് ഓരോരുത്തർ വേണമല്ലോ.
അപ്പോൾ ഞാൻ കുണിക്കുമോളെ അടുത്ത് നിൽക്കട്ടെ. അപ്പോൾ കുണിക്കുമോളെ ഇടയ്ക്ക് പൊന്നേച്ചി എന്ന് കുളിച്ചെടുത്തും. പിന്നെ ഞാൻ കുണിക്കാൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ അമ്മ ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മയുടെ ഫേസ് വെട്ടില്ല. കുണിക്ക് ഭയങ്കര ആലോചനയിലാണ്. പിന്നെ ക്ലാസ് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഞാൻ കുണിക്കലും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ ഡ്രസ്സ് മാറി വീട്ടിലേക്കൊന്നും പോയില്ല. അങ്ങനെ ഡ്രസ്സ് മാറി ഞങ്ങൾ നേരെ തൃശ്ശൂർക്ക് വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി കേട്ടോ. ഞാനും ഏട്ടനും കുഞ്ഞിനെ കൂടി പള്ളിയിൽ കയറി. അമ്മയ്ക്കൊക്കെ എന്തോ സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ പള്ളിയിൽ കയറി നന്നായി പ്രാർത്ഥിച്ചു. ഞാൻ കുറേ സ്വപ്നങ്ങളുണ്ട്. അപ്പം അതൊക്കെ പ്രാർത്ഥിച്ച് കാത്തും അവിടെ മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ കാത്തു ഭയങ്കര ഓളിയും ബഹളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചക്കമ്മയുണ്ട് ഞങ്ങളുടെ. അപ്പോൾ പുത്തമ്പള്ളിയിലാട്ടാ പള്ളിയിൽ പോയി. അതിൻ്റെ അച്ഛനമ്മയും സാധനങ്ങൾ വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള വെയിറ്റിംഗ് ആണ്. അല്ല പറഞ്ഞാ അവിടെ ഒരാൾ ഉപദ്രവേട്ടാ. എന്താണ് പറ്റിയേ പറയും. ആര് എവിടെ കാണാനില്ലല്ലോ. പാല് കുടിക്കാം. പിന്നെ വേറെന്തിന്റെ വിശേഷം? 2-3 ദിവസം വീഡിയോ ഉണ്ടായിരുന്നില്ല അല്ലേ? ശോകം. നിങ്ങൾ നല്ല കുട്ടികളെ വെട്ടിപ്പോ ഞങ്ങൾ ഭയങ്കര ഉഴപ്പം. ഞാൻ രാവിലെ പറഞ്ഞല്ലേ എന്താ പിന്നെ എന്തെങ്കിലും കാര്യം കഴിഞ്ഞാൽ അങ്ങനെ അവിടെ നിന്ന് അത് മൈൻഡ് വെച്ചിട്ട് പോകും. നീ നന്നാവണ കുറച്ചും കൂടി. ഞാനല്ല നിങ്ങളെ നന്നാവുണ്ട്. ഞാനേ പ്രശ്നക്കാരി കുഞ്ഞാറ് നന്നാവുണ്ട്. കാലുവരി ചിതാണ് ഈ വണ്ടി ഇപ്പൊ എങ്ങനെയാ ഉണ്ടാവുക? കാത്ത നീ കഴുകിയ വണ്ടി അലമ്പാക്കുകയാണ്. അവളെന്നെ പെറുക്കി ഒക്കെ കളയുന്നതായിരിക്കും. ഇല്ലാത്ത പക്ഷെ അവളെ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നതല്ല. ഓക്കെ, അവളെന്നെ എല്ലാം പെറുക്കി അവളെന്നെ എല്ലാം കളയുന്നതായിരിക്കും. യെസ്, ഇത് റെക്കോർഡിംഗ് ആണ്. ഇതാ കുണിക്ക് നോക്ക്. കുണിക്കിയുടെ മോന്തോ സ്കൂളിൽ നിന്ന് കൊടുത്ത സാധനം നശിപ്പിക്കുന്ന കുണിക്ക്. നാളെ സ്കൂളിൽ പോകുമ്പോ ടീച്ചർ ചോദിക്കും അതെവിടെ. അപ്പൊ കുണിക്ക് പറയും എന്റെ നശിപ്പിച്ചു ടീച്ചറെ. അപ്പൊ ടീച്ചർ 2 കൊടുക്കും കുണിക്ക്. ഇതിൽ റെക്കോർഡിംഗ് ആണ്. ഇതാ കുണിക്കയുടെ മുഖം കൃത്യമായി ഇതിൽ കാണാം. അപ്പൊ കൊഴപ്പില്ല പറഞ്ഞ ടീച്ചർ ശരിക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇനി ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ചേരായി ഇനി വെയിറ്റിംഗ് ആണ്. അവരെത്തിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പോവാൻ നോക്കാം. അപ്പൊ എന്നാ അവര് വിളിച്ചാ? അവരൊന്ന് വിളിച്ചു നോക്കിയ കുഞ്ഞാ അവരൊന്ന് വിളിച്ചു നോക്കാം. അപ്പൊ പൊന്നു വിളിച്ചു നോക്കാം. എന്നിട്ട് നമ്മള് പോട്ടായിട്ട് ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ നമുക്കിനി കാണാലോ. അവിടുന്ന് സാധനങ്ങളെല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ തൃശ്ശൂർക്ക് ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ തൃശ്ശൂരിലെ ഹോട്ടലിൽ കയറി അച്ഛനും ചോറും പിന്നെ ഞങ്ങൾക്ക് ബിരിയാണിയും പറഞ്ഞു. അപ്പോൾ 2 ചിക്കനും 2 ബീഫ് ബിരിയാണിയും പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുക. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കാത്തുമ്പോളെ പാമ്പേഴ്സ് നിറഞ്ഞപ്പോൾ ഞങ്ങൾ പോയിട്ട് പാമ്പേഴ്സൊക്കെ മാറ്റി കാറിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി കൊടുന്നിട്ടാ. അപ്പോൾ ഞാൻ അവൾക്ക് അച്ഛൻ്റെ നിന്ന് കുറച്ച് ചോറെടുത്ത് തൈരും പപ്പടവും കൂട്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉടച്ച് കാത്തുവിന് വായിൽ വെച്ച് കൊടുക്കുകയാണ്. കാത്തു 3-4 വരെ കഴിച്ചല്ലോ. പക്ഷെ എന്നാലും നമുക്ക് സമാധാനം. അതായത് നമ്മൾ കഴിക്കുമ്പോൾ ഒപ്പം ഇരുന്ന് കഴിക്കാനുള്ള ഒരു ശീലം കൂടിയും കിട്ടുമല്ലോ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കൂടെ അവിടെ നിന്ന് കഴിക്കുന്നത്. ഇതൊക്കെ 2 വായ മാത്രം ഇങ്ങനെ കഴിക്കുള്ളൂ. അപ്പോൾ അവൾക്കൊരു പുതിയ പാകുട്ടി അമ്മ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും പിടിച്ച് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് അടിക്കട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോകട്ടെ. അപ്പോൾ അതിൻ്റെ അമ്മാവരും മോളും കളികളാണ് കാണുന്നത്. അവർ ഭയങ്കര വർത്താനം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ ഈ കുട്ടിയാ ആരോടാ ഇൻട്രസ്റ്റ് ആയി. വണ്ടി ഓടിക്ക് ഇൻട്രസ്റ്റ് ആയി. എന്നാക്കാൻ പോകുന്നുണ്ടല്ലോ ഒരു പെണ്ണ്. അപ്പൊ ഞാൻ കലട്ടെ ഉഷാമിന്താടോ. കാലടക്കി ഓടിക്കണ്.
കാത്തുമ്മ ഇരിപ്പ് കാണണം നിനക്ക് കാത്തുമ്മ കാണ അമ്മ മതി. 2 കാല് ഉള്ളിക്കിടുക, എന്നാലാണ് എനിക്ക് നേരെ ചവിട്ടാൻ പറ്റും. പൊക്കോ, ചവിട്ടാൻ പറ്റാത്തതിന്റെ കാത്തുമ്മ വന്നേ, അമ്മയുടെ അടുത്ത് വാ. നീ വരുന്നില്ലേ? നേരെ നോക്ക് ഡ്രൈവറെ, നേരെ നോക്ക് വണ്ടി വെച്ച്. മതി, വണ്ടി വെച്ച മതി. എന്തേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ കുന്നോളം എത്തിയപ്പോൾ അമ്മയ്ക്ക് കുണുക്കനും കുണിക്ക് എന്താ സാധനങ്ങൾ മേടിക്കണതുകൊണ്ട് അമ്മയും കുഞ്ഞനും കൂടിയിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ അവരെ പാർക്കിങ്ങിൽ ഇരിക്കട്ടെ. അപ്പം എൻ്റെ ഇടയിൽ കാത്തുമ്പോൾ ഭയങ്കര വണ്ടി ഓടിക്കലാണ്. ആൾക്ക് കാറിലിരിക്കുമ്പോൾ അവൾ അപ്പേരെ അടുത്ത് ചെല്ലണം, ഈ സ്റ്റിയറിങ്ങും പിടിച്ചിട്ട് ആൾക്ക് ഇന്ന് ഊഞ്ഞാലാടണം. അതാണ് ആൾക്ക് ഏറ്റവും ഇഷ്ടം. വണ്ടി ഓടിക്കുന്ന ടൈമിലൊന്നും നമ്മൾ ആ ഏരിയയ്ക്ക് ആൾ കൊണ്ടുപോയില്ല കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര പേടി എല്ലാവർക്കും, അതുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ടൈമിലൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ ആൾക്ക് വണ്ടി നിർത്തിയിടുമ്പോഴാണ് അവൾക്ക് ആകെ സാധ്യതയും കിട്ടുക. അപ്പോൾ ആ ടൈമിൽ അവൾ മാക്സിമം എൻജോയ് ചെയ്യും. അവൾ കുറേ നേരം വയറിന് നമ്പർ തീക്കടിക്കും. അപ്പോൾ അവളങ്ങനെ അവളുടെ വക ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ്. ചക്കമ്മ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അച്ഛൻ കുണുക്കനും പിടിച്ചിരുന്നു, കുണുക്കനൊക്കെ ഉറങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് റീൽസിന് വേണ്ടി വീഡിയോ എടുത്തണം. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. ഞാൻ കൂടുതൽ ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് എടുക്കണ്ടേ. അപ്പോൾ ചിലപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാൻ പറഞ്ഞത് ഇങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും എൻ്റെ കൂടുതലുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ചേച്ചിക്ക് വന്ന് നമ്മളോട് വർത്തമാനം പറഞ്ഞിട്ടോ, അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അതാ അവൾ ഞാൻ പുറത്ത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് വരാൻ നോക്കുന്നു. പക്ഷെ എന്നാലും സ്റ്റിയറിങ് വിട്ടില്ല. അയിമന്ന് ഇറക്കി അപ്പം ആൾക്ക് അങ്ങോട്ട് കയറണം. അപ്പോൾ ആൾ കൈ കാണിച്ച് കയറാനുള്ള ശ്രമം നടത്തും. ചക്കമ്മ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ കാണുന്നത് ഈ ഭാഗങ്ങളൊക്കെ കണ്ടില്ലല്ലോ ചക്കമ്മ. ചക്കമ്മ ഉങ്ങായിരുന്നു. ചക്കമ്മ വീടെത്തിയിട്ടാണ് അറിഞ്ഞത്. ഞാൻ ക്ലാസ്സിൽ പോയിട്ട് കിടക്കുന്ന ചക്കമ്മ എന്ന് വിളിക്കാൻ പോയി. അപ്പോഴേക്കും മുന്നേ വിചാരിച്ചു ശരി ഞാൻ എൻ്റെ കുട്ടീനെ അവിടെ കുളിയിലെല്ലാം കളിയാക്കി വെച്ചിട്ട് ഞാൻ ചക്കമ്മ എന്ന് വിളിച്ചിട്ട് കുണിക്കേന്ന് വിളിച്ചോളൂ. അപ്പൊ ഇതാ നമ്മളെ വീഡിയോയുടെ അവസാന ഘട്ട എലിമിനേഷനിലേക്ക് പോവാണ്. അംബിസ്വാമിയുടെ പാലടയുമായി പൊന്നു മുന്നേറുകയാണ്. ഓക്കെ, എന്ത് എന്ത് ഇങ്ങോട്ട് ചക്കന്റെ പുതിയ തൗസറാണ് കേട്ടാ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്, നീ മനസ്സിൽ നീരി കാരിപ്പാതിക്കാരൻ തരുന്നു. എന്ത് മഞ്ഞ തൗസറാ? പിന്നെ അംബിസ്വാമി പായസം. യെസ് യെസ് ഐ അണ്ടർസ്റ്റാൻഡ്. എന്താ ചേട്ടാ എന്റെ പിന്നിലാണ് വണ്ടി. ഈ തൗസറിനകത്ത കുട്ടീനെയാണോ എന്റെ മണ്ടയ്ക്ക് കയറ്റി വെക്കുന്നത്? ശല്യം ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് നീ പോണേ. വാട ഉണക്ക. അപ്പൊ അംബിസ്വാമിയുടെ പായസമായി പൊന്നു ടേസ്റ്റ് നോക്കുകയാണ്. കുറച്ച് നേരമായിട്ട്. അപ്പൊ അംബിസ്വാമിയുടെ പായസം എന്താവുന്ന നമുക്കൊരു പിടുത്തമില്ല. ആദ്യം കുക്കന് അവിടെ ഇരിക്കേ മാക്കാണ്ടിയേ കഴിക്കേ ടേസ്റ്റ് ഉണ്ടാ. അപ്പൊ കുണുക്കൻ കഴിച്ചിരിക്കുകയാണ്. കുണുക്കന് ഇഷ്ടമായില്ലോ തോന്നുന്നു. അവന്റെ മോന്ത കാണുമ്പോൾ ഇതാണ് അവന്റെ മോന്തയുടെ എക്സ്പ്രഷൻ. അണ്ടി അണ്ണാൻ കടിച്ച പോലത്തെ. രസമില്ല. ജനുവിനായ അഭിപ്രായമായി കുണുക്കൻ. ഇനി ഞാൻ കഴിച്ചോട്ടെ ഏട്ടാ. എനിക്ക് പിന്നെ പായസത്തിന്റെ വേറെ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. കുഴപ്പമില്ല, പായസം അടിപൊളിയാ. എന്താ കുക്ക നല്ല കുട്ടിയല്ലേ? ബേബിയുടെ കുട്ടി ഇങ്ങനെയാ. ഒരു പ്രതിമേന വാങ്ങിച്ചിട്ട് അതിനായിട്ടാ സുഖമായിട്ടിരിക്കുന്നു. കുക്കനോട് അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് പറഞ്ഞ കുക്ക? ഞാൻ ഇല്ല കേട്ടോ, ഞാൻ പങ്കുണ്ടാവില്ല. പായസം ഭയങ്കര അതായതുകൊണ്ട് ഇഷ്ടപ്പെടാൻ മാത്രം കൂടുതലൊന്നുമില്ല. ഇത് വെറൈറ്റി ടേസ്റ്റ്. യെസ്, ഇതിപ്പോ അമ്മ ഉണ്ടാക്കിണ്ടായിരുന്നു പണ്ട്.
ഞങ്ങക്ക് അത് ഞാൻ ഒറിജിനൽ ടേസ്റ്റ് അറിയാത്തതിന്റെ പ്രശ്നമുണ്ടായിരുന്നു. അതിന്റെ ടേസ്റ്റ്. അപ്പൊ അങ്ങനെ പായസം കഴിച്ച് നിർവൃതി അടയുന്ന പൊന്നു. ഇപ്പൊ ഓക്കെ ആയില്ലേ? പായസം എന്നുള്ള പൂതി അവസാനിച്ചില്ലേ? എനിക്കിനി ഒറ്റ ഗ്ലാസ്സിൽ വെച്ചെന്നാ മതി. എനിക്ക് തീരെ ഇഷ്ടമായില്ല. അങ്ങനെയല്ല, അത് ചിലവർക്ക് ടേസ്റ്റ് ആട്ടെ. എനിക്കിങ്ങനെ പായസത്തിൻ്റെ കൂടെ ഒന്നും കഴിച്ച് കൂട്ടറിന് ഇഷ്ടം. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇഷ്ടമായിട്ടല്ല, ഇഷ്ടമായി. പക്ഷെ എനിക്ക് ഞാൻ പായസം ഒറ്റയ്ക്ക് കുടിക്കണതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ അവസാനിപ്പിച്ചാലോ? പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഈ പെരട്ട വന്നിട്ട് ഇടങ്ങേറുണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാൻ. അപ്പോൾ ബായ് പറഞ്ഞേ, നാക്കി തുടച്ചിരിക്കുന്നത്. ബായ്.